ബാഡ്മിന്റൺ അല്ലെങ്കിൽ സ്പോർട്സ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ കയ്യിലും ഈ ഒരു സംഗതി കണ്ടിട്ടുണ്ടാവും. അത് ഈ ഒരു ഭാഗത്തായിട്ട് മിക്കവാറും വെച്ച് കെട്ടിയിട്ടുണ്ടാവണം. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതെന്താ ആക്ച്വലി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ചിലപ്പോൾ മിക്കവാറും എല്ലാവർക്കും കളിക്കുന്ന സമയത്ത് ഒരു പെയിൻ എടുക്കും. ഇതുമേക്ക് സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മസിലിനൊക്കെ ഒരു കംപ്രഷൻ എഫക്ട് കൊടുക്കണം. സോ ദാറ്റ് ഇവിടുത്തെ സ്ട്രെയിൻ കുറയും. താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടും. ഒരു സപ്പോർട്ട് സിസ്റ്റം പെട്ടെന്ന് കിട്ടിയ പോലെ ആയിരിക്കും. അപ്പൊ പെയിൻ ഒന്ന് കുറയും. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഇതാണ് ദി ആക്ച്വൽ റെമഡി, ഇത് ഇട്ട് കഴിഞ്ഞ് കളിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതിട്ട് എത്രത്തോളം നമ്മൾ പെർഫോം ചെയ്യണു, എക്സസൈസും സ്ട്രെങ്തനിങ്ങും അവോയ്ഡ് ചെയ്യണു, അതിന്റെ അർത്ഥം നമ്മൾ അതിനെ വേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഓക്കെയാണ് ടു ആൻ എക്സ്റ്റെന്റ്. പക്ഷെ ആസ് ഏർലി ആസ് പോസിബിൾ ഇതിൽ നിന്നും നമ്മൾ ഊരി വരണം. ആ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ വിഡ്രോ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് വിൽ ബി വീക്ക്നെസ് ഓഫ് ദ മസിൽ വിച്ച് വിൽ കോസ് സിവിയർ ഇമ്പാക്ട് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊന്ന് ശ്രദ്ധിക്കുക. ആസ് എ സ്പോർട്സ് ഫിസിയോ പല ഇതേപോലത്തെ സപ്പോർട്ട് സിസ്റ്റംസ് അല്ലെങ്കിൽ പല ഇതേപോലത്തെ പ്രൊഡക്ട്സുകൾ പലരും യൂസ് ചെയ്യുന്നതും പലരും അത് വളരെയധികം നമ്മുടെ റൂട്ട് കോസ് മാനേജ്മെന്റ് ആയിട്ടാണ് എന്നുള്ള കൺസെപ്റ്റിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നോക്കാം ആൻഡ് അണ്ടർസ്റ്റാൻഡ്, ബി സ്മാർട്ട് ഹിയർ. നമ്മൾ ട്രൈ ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് പൊട്ടയാന്ന് പറയാനോ നല്ലാന്ന് പറയാനോ അല്ല. ഇത് എത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആണ്, എത്രത്തോളം നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്, അത് എപ്പോഴൊക്കെയാണ് എന്നുള്ളത് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുണ്ട്. താങ്ക് യു.